ഈ ദൈവത്തെ അനുകരിച്ച് കാണിക്കാൻ വേണ്ടിയാണ്, അല്ലേ, അവിടുത്തെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആത്മികമായി നാം ഉറങ്ങിയാൽ, ആത്മികമായി നാം ക്ഷീണിച്ചാൽ, ആത്മികമായി നാം മന്ദതയിലായാൽ ഒരു കാരണവശാലും ദൈവത്തിൻ്റെ ഒരു സ്വഭാവവും നമ്മിലൂടെ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്കറിയാം ദൈവത്തിൻ്റെ സ്നേഹം അത് വെളിപ്പെടുത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നമ്മൾ താപ്പോട്ട് വായിച്ചേ 5-ാം വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിലേക്ക് പോയിക്കേ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. സ്തോത്രം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ വഴിപാടായി യാഗമർപ്പിച്ചതുപോലെ ഞാനും നിങ്ങളും സ്നേഹത്തിൽ നടന്ന് ദൈവസ്നേഹം എന്താണെന്ന് നമ്മുടെ കുടുംബത്തിനകത്തും സഭയ്ക്കകത്തും ദേശത്തും വെളിപ്പെടുത്തി കാണിക്കാൻ ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ട് അത് നമ്മിലൂടെ വെളിപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളും ഈ ആത്മീക ഉറക്കത്തിൽ നിന്ന്, ആത്മീക അലസതയിൽ നിന്ന്, ആത്മീകമായ ഇരുട്ടിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തോട് അടുത്തു ചെന്ന് നിങ്ങളുടെ ആത്മീക അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ മെച്ചപ്പെട്ട് ഓരോ ദിവസവും ആത്മീകമായി നിങ്ങൾ വളർന്ന് വന്നെങ്കിലേ നിങ്ങൾക്ക് ഈ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ പറ്റുകയുള്ളൂ. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇതാ അനുകരണം. എൻ്റെ മുമ്പിലിരിക്കുന്നവരെ, നമ്മൾ ദൈവത്തെ അനുകരിച്ച് കാണിക്കുക എന്ന് പറയുമ്പോൾ, അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നടന്നതുപോലെ നടക്കണം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ. അപ്പോൾ എൻ്റെ ചോദ്യം, ഉറങ്ങിയാൽ ഇത് പറ്റുമോ? കുറച്ച് ആത്മീയം കൊണ്ട് പറ്റുമോ? പൊത്തുവരുത്തൊരാത്മജീവിതം കൊണ്ട് ഇതൊക്കെ നടക്കുമോ? നമ്മളിപ്പോൾ പോകുന്ന ഈ വഴി പോയാൽ ആയുസ്സിൽ നടക്കത്തില്ല. ഇതിന് നാം ആത്മികമായി ഒന്ന് ഉണരേണ്ടത് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജീവൻ ഏറ്റുവാങ്ങി നാം ഈ ദിവസങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടേണ്ടത് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ മാത്രമേ ഈ ദൈവത്തെ നമുക്ക് അനുകരിക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം, സ്തോത്രം. അവൻ നടന്നതുപോലെ, ക്രിസ്തു നടന്നതുപോലെ. നമ്മുടെ മുമ്പിലുള്ള ടാസ്ക് അത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാവോ? അതിനധികം വിളിച്ചത് ക്രിസ്തു നടന്നതുപോലെ നടക്കാൻ. പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഈ ഒരു വലിയ ദൗത്യം ചെയ്തു തീർക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. അതിനാ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്, നിങ്ങൾ ഉണരണം. ഇതൊന്നും ഈ പറയുന്ന നടപ്പ് നമ്മുടെ ജഡത്തിൽ പറ്റുവച്ചാ നമ്മുടെ ഈ പരിപാടി കൊണ്ട് നടക്കുമോ? അതിന് കർത്താവ് നമ്മിലൂടെ പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ നിറച്ചേ പറ്റുകയുള്ളൂ. നമ്മുടെ സ്വഭാവത്തിന് വലിയ രൂപാന്തരം വന്നേ പറ്റുകയുള്ളൂ. അതിന് നാം ഒറ്റ ദിവസം കൊണ്ട് ഇതൊന്നും ആവത്തില്ല. ആവോ? ദിനം പ്രതി. അതാണ് കായ്ക്കുന്നത്. അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. അങ്ങനെ നാം ചെത്തി വെടിപ്പാക്കി വെടിപ്പായി രൂപാന്തരപ്പെട്ട് ഒടുവിൽ തിരുവെഴുത്ത് പറയുന്നു, ആമേൻ, അവനോട് തുല്യമായി അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ഒരു ദിവസമുണ്ട്. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യുക. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അതിനൊരു ആത്മീയ ഉണർവാവശ്യമാണ്. ആമേൻ. മരിച്ചവരിൽ നാം എഴുന്നേൽക്കണം. ആത്മീയ അന്ധത മാറണം. ഇരുട്ടിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. നമ്മൾ ആത്മീയമായി ഒന്ന് എഴുന്നേൽക്കണം. സ്തോത്രം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
ഞാൻ വിശുദ്ധനാകിയാൽ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. നോക്കിക്കേ, ദൈവത്തെ അനുകരിക്കുന്നത് അവിടുത്തെ സ്നേഹത്തിൻ്റെ അനുകരണം. ഇച്ചിരി പാടാ അല്ലേ? യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അനുകരണം, ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുമ്പം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ചു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ സ്നേഹിച്ചു. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കറിയാം. അതൊക്കെ ഒന്ന് അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ആത്മീയം കൊണ്ടൊന്നും നടക്കത്തില്ല. രണ്ടാമത്തെ വിഷയം, അവൻ വിശുദ്ധനാകിയാൽ, കർത്താവ് പറയുക, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോ അവന്റെ വിശുദ്ധിയെ അനുകരിക്കുന്നവരായി, പ്രദർശിപ്പിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണമെന്ന. എത്ര വലിയ ടാസ്ക്കാണ്, എത്ര വലിയ അല്ലേ, മഹാപർവ്വതം പോലെ നിൽക്കുന്ന ഒരു അനുഭവമാണ് അത്. എൻ്റെ ദൈവമക്കളെ, ഇതാണ് നമ്മുടെ മുമ്പിൽ. ഇത് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ആമേൻ, അവരാത്മീകമായി ഉറങ്ങത്തില്ല. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ദൈവിക വിശുദ്ധിയിൽ ആമേൻ ജീവിക്കാൻ വേണ്ടിയാണ്. പാപമകത്തു വരാതെ എന്നിലൂടെ അവിശുദ്ധി പ്രതിഫലിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം എൻ്റെ ദൈവം വിശുദ്ധനാകിയാൽ ഞാനും വിശുദ്ധനായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അതിനെക്കുറിച്ചാണ് ആ അധ്യായത്തിൽ മുഴുവൻ, 5-ാം അധ്യായത്തിൽ പറയുന്നത്. ആകയാൽ ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. സ്തോത്രം, സ്തോത്രം. നോക്കണേ, ദൈവത്തെ അനുകരിക്കണം. അതിന് ഇരുട്ടിൽ കടന്നാൽ പറ്റില്ല. വെളിച്ചത്തിലേക്ക് വന്നാൽ ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വിശുദ്ധി പ്രതിഫലിപ്പിക്കും. സ്തോത്രം. ഈ അശുദ്ധിയൊക്കെ കയറി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ആത്മീകമായി മരിക്കുന്നത് കൊണ്ടാണ്, ആത്മീകമായി ഇരുട്ടിലായത് കൊണ്ടാണ്, ആത്മീകമായി നമ്മൾ ഉറങ്ങുന്നത് കൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം. നമ്മളൊന്ന് ഉണർന്നാൽ, ആത്മീകമായി ഒന്ന് ഉണർന്നാൽ ഈ അശുദ്ധിയൊക്കെ നമ്മെ വിട്ട് നീങ്ങാൻ തുടങ്ങും. ആ വിശുദ്ധിയുടെ മണ്ണിൽ കുറേ വാക്യങ്ങളുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേരെ. അതെ, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയല്ലാത്തതൊന്നും അരുത്. സ്തോത്രം, സ്തോത്രം. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റ് വായിച്ചോണം. ആത്മീയതയിൽ ഉറങ്ങിപ്പോയാൽ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളതെല്ലാം നമ്മിലൂടെ പുറത്തു വരും. ആമേൻ, ആമേൻ. സ്തോത്രം. വരുമോ? ഉറപ്പായിട്ടും വരും. ഈ ചെറിയ ഒരു കൂട്ടായ്മ കൊണ്ട് നമ്മുടെ ഈ എന്താ പറയുക, ഈ പാരമ്പര്യ പരിപാടി കൊണ്ടൊന്നും ജീവിച്ചാൽ ഇതിനെയൊന്നും ജയിക്കാൻ പറ്റില്ല. ദൂതത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇതിനെയെല്ലാം ഒന്ന് ജയിക്കണമെങ്കിൽ നമ്മൾ ഒന്ന് ഉണരേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ ആ പോയിൻ്റ് അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതിനെന്ത് ചെയ്യണമെന്നറിയാം? കൊലോസ്യർ 3:10 പറയുന്നു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിച്ച പുതുമനുഷ്യനെ ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പഴയ മനുഷ്യനെ കൊണ്ട് എനിക്കും നിങ്ങൾക്കും ദൈവത്തെ അനുകരിച്ച് ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ല. ദൈവസ്നേഹം എന്താണെന്ന് കാണിക്കണമെങ്കിൽ നമ്മളൊരു പുതു മനുഷ്യനെ ധരിച്ചേ പറ്റുകയുള്ളൂ. നമ്മുടെ പഴയ മനുഷ്യനെ അതിൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ആമനല്ലേ പുതു മനുഷ്യനെ ധരിച്ചെങ്കിൽ എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ നോട്ടത്തിലൂടെ, എൻ്റെ വിചാരത്തിലൂടെ, എൻ്റെ വസ്ത്രധാരണത്തിലൂടെ, എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും ഈ ലോകത്തിൽ വെളിപ്പെടുത്താൻ പറ്റുകയുള്ളൂ. സ്തോത്രം. കരമടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്തുകൊണ്ട് നാം ഉണരണം? ഉത്തരം, ദൈവത്തെ അനുകരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്.